ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റെസിപ്പിയുടെ വീഡിയോയാണ് ചില്ലി ചിക്കൻ. ഇതൊരു 650 ഗ്രാം ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ വരുന്ന സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. പിന്നെ ഒരു മുട്ടയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ചിക്കനിലേക്ക് എല്ലാം കൂടി പിടിക്കുന്നതിന് വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോളയും കൂടി ക്യൂബായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അത് കട്ട പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിടണം. ഇനി വേണ്ട സ്പ്രിംഗ് ഒനിയനാണ്. 2 ടേബിൾ സ്പൂൺ കുക്ക് ചെയ്യാനും ലാസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് 2 ടേബിൾ സ്പൂണും കൂടെ ആവശ്യമാണ്. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായിട്ട് നന്നായി വറുത്തെടുക്കുക. ചിക്കൻ എല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം പുതിയൊരു കടായിലേക്ക് നമ്മൾ ചിക്കൻ വറുക്കാനെടുത്ത അതേ എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തൊഴിച്ച് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ഇഞ്ചിയും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് നന്നായി മൂപ്പിച്ചെടുക്കുക. അതൊന്ന് നന്നായി മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. സവോള ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും 2 ടീസ്പൂൺ സ്പ്രിംഗ് ഒനിയനും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1/4 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ഗ്ലാസ് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. വെജിറ്റബിൾ എല്ലാം ചൂടായി വരുന്ന സമയം കൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കി മാറ്റി വയ്ക്കാം. വെജിറ്റബിൾ എല്ലാം നന്നായി തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറോടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എരിവോ അല്ലെങ്കിൽ സോസിൻ്റെ ടേസ്റ്റോ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാലൻസായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ചില്ലി ചിക്കൻ്റെ റെസിപ്പി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ആ വറക്കുന്ന സമയം മാത്രമേ നമുക്കൊന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതിന് ശേഷം കമൻറ്റുകളും സജഷൻസും അറിയിക്കണേ. താങ്ക്